ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ളത് അക്യൂ മാസ്റ്റർ ബിൻസിറ മാമാണ്. എൻ്റെ നല്ല പാതിയും കൂടിയാണ്. തന്നെ പബ്ലിക് ക്ലാസ്സുകളും നിരന്തരം എടുക്കുന്ന ബിൻസിറ മാമിൻ്റെ പല അഭിപ്രായങ്ങളും നമുക്ക് ആരായാം. ഇന്ന് അധിക സ്ത്രീകളും ചികിത്സയ്ക്ക് വരുമ്പോൾ ഒരു 45-50 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ അവരെ യൂട്രസ് റിമൂവ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. ഇന്ന് യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംഗതിയായി മാറിയിരിക്കുന്നു. ഈ യൂട്രസ് ശരിക്കും സ്ത്രീകൾക്ക് ആവശ്യമില്ലേ? നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ 50 വയസ്സൊന്നും ആവണ്ട. ശരിക്കും 40 കഴിഞ്ഞാൽ തന്നെ 40-45 ഇടയിൽ, അല്ലെങ്കിൽ 35-40-45 ആ ഒരു ഇടയിലായിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞാനെൻ്റെ ആദ്യകാലം ചികിത്സക്കൊക്കെ ഇരുന്ന സമയത്ത് ഇത്ര കണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന രോഗികൾ വരാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഏതൊരു സ്ത്രീ രോഗിയായിട്ട് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് അവർ പറയും യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ശരിക്കും ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവളെ പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അഴുകിപ്പോകുന്ന അവയവമാണ് യൂട്രസ് എന്ന് പറയുന്നുണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ വിശദീകരണമാണ്. അതിന് ശാസ്ത്രം പറയുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും സ്ട്രോങ് പേശികളാണ് യൂട്രസിനുള്ളത്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അഴുകിപ്പോവില്ല. അവസാനമായിട്ട് അതാണ് അഴുകുക. അപ്പോൾ അത്രക്കും ഒരു സ്ത്രീക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവളുടെ അസ്തിത്വം അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഏതൊരു വൈദ്യശാസ്ത്രം എടുത്താലും അതിലൊക്കെ പറയുന്നുണ്ട് യൂട്രസ് ഉള്ള കാരണം, അതിലൂടെ മെൻസസ് എന്നൊരു അനുഗ്രഹമുള്ള കാരണം സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ് പോലെ ഇത്തരം വലിയ പ്രയാസങ്ങളോ രോഗങ്ങളോ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ എന്നിട്ടും ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ത്രീൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട്, അവളുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവളുടെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ അവയവം എങ്ങനെയാണ് ഇത്ര ലാഘവത്തോടെ, അല്ലെങ്കിൽ തന്നെ ഖുർആനൊക്കെ വിശദീകരിക്കുന്നത് കാരുണ്യത്തിൻ്റെ അവയവം എന്നാണ്, റഹ്മ എന്നുള്ള പേരിലാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാരുണ്യത്തിൻ്റെ അവയവത്തെ ഒരു കരുണയില്ലാതെ എടുത്തൊഴിവാക്കുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെൻസ്ട്രൽ പെയിന്, മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ്, മെൻസ്ട്രൽ ആ സമയത്തുണ്ടാകുന്ന ഡിപ്രഷൻസ്, അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ ഇത് ശരിക്കും യൂട്രസ് റിമൂവ് ചെയ്താൽ മെൻസസ് അവിടെ സ്റ്റോപ്പ് ചെയ്യല്ലോ എന്ന് സ്ത്രീകൾ വിചാരിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്നത്. അത് ഗുണകരമല്ലേ? പലപ്പോഴും ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് യൂട്രസ് റിമൂവ് ചെയ്യുക. പക്ഷേ റിമൂവ് ചെയ്യുന്നതോടുകൂടി ഇതിനേക്കാൾ വലിയ പ്രയാസത്തിലേക്ക് അവരെത്തുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ശരിക്കും നമ്മളടുത്ത് വരുന്ന രോഗികൾ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യം എന്താണ് അമിതമായ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം, ഫൈബ്രോയിഡ് പോലെ ഇത്തരം പ്രയാസങ്ങൾ കാരണമാണ് യൂട്രസ് റിമൂവ് ചെയ്തതെന്ന് പറയും. പക്ഷേ അത് അത് ആ ഒരു സമയത്തുള്ളതിനേക്കാളും ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവർ വളരെ സങ്കടത്തോടെ പറയാറുമുണ്ട്. കാരണം സ്ഥിരമായിട്ട് അത് ഒഴിവാക്കിയതിന് ശേഷം അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, വൈകാരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ തന്നെ പറഞ്ഞ ആളുണ്ട്, ആ ബ്ലീഡിങ്ങിനെ എനിക്ക് സഹിച്ചാൽ മതിയായിരുന്നു, കാരണം ഇപ്പോൾ ഉള്ള പ്രയാസം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം മാനസികമായിട്ട് തീരെ ഫലം കിട്ടുന്നില്ല. ഒരു സ്ത്രീ എന്നെ പറഞ്ഞത്, അവരും മകനും കൂടെ ചികിത്സക്ക് വന്നപ്പോൾ മകനോട് എന്താ ചോദിച്ചപ്പോൾ തന്നെ മകൻ പറയാണ്, ഉമ്മ എന്നെ സ്നേഹിച്ച് കൊല്ലുകയാണ്. അപ്പോൾ അത് കാരണം ഡിപ്രഷൻ്റെ മരുന്ന് കൊടുത്തു. അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ആ ഡിപ്രഷൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് യൂട്രസ് റിമൂവ് ചെയ്ത സമയത്താണ്. റിമൂവ് ചെയ്ത് വിത്തിൻ വീക്സ് കൊണ്ടുകൂടി ഉമ്മക്ക് ഒരു ഡിപ്രഷൻ പോലെ ആവുകയും സൈക്യാട്രിക് ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പം ഉമ്മനെ കൊണ്ട് തീരെ പറ്റുന്നില്ല. ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മ എന്നെ സ്നേഹിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ സാധാരണ ഉമ്മമാർ മക്കളെ സ്നേഹിക്കില്ലേ, എന്താ സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത്? സ്നേഹിച്ച് കൊല്ലലും ഡിഫറെൻ്റ് അല്ലേ? കാരണം മകന് പുറത്തിറങ്ങാൻ വയ്യ വീട്ടിൽ നിന്ന്. അപ്പോൾ അതിന് ഉമ്മക്ക് ഭയങ്കര ബേജാറ്, മകനക്ക് എന്തേ സംഭവിക്കുമോ, എന്തെങ്കിലും പറ്റുമോ. അത് കാരണം ഭയങ്കരമായിട്ട് ആദി വന്നിട്ട് അത് മോനക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക. ഉമ്മ അങ്ങനെ എപ്പോഴും വിളിക്കുമ്പോൾ. അപ്പോൾ അവൻ ഉപയോഗിച്ച വേർഡാണ് ഞാൻ പറഞ്ഞത്, ഉമ്മ എന്നെ സ്നേഹിച്ച് കൊല്ലുകയാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ യൂട്രസ് റിമൂവ് ചെയ്തോന്ന് സങ്കടത്തോടെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അത്രയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് എടുത്ത് ഒഴിവാക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും
ഉമ്മ അതുവരെ സൈലൻ്റ് ആയിരുന്ന ഉമ്മ പറയാണ്, അല്ല മോനെ എനിക്ക് അത് സഹിച്ചാൽ മതിയായിരുന്നു, അത് ഞാൻ ക്ഷമിച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ ഉള്ളത് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കൂ, പിന്നെ നമ്മൾ ഒരു അബ്ഡോമിനലിലുള്ള ഒരു ഓർഗണാണല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒഴിവാക്കുന്നതോടുകൂടി ഒരു വയറുവേദനയാണോ വരുന്നത്? അല്ലാലോ. മാനസികമായിട്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ അത്രക്കും ശരീരം മൊത്തം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് എല്ലാ ശാസ്ത്രവും പറയുന്നത് തന്നെയാണ് കേട്ടോ. യൂട്രസ് ഹാർട്ടുമായിട്ട് കണക്റ്റഡ് ആണ്, മൊത്തം ആ സ്ത്രീത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സ്ത്രീത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ആ സ്വാഭാവികം അവിടെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീത്വം അവിടെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളുടേതായ പല വൈകാരിക അവസ്ഥയും അവിടെ പോകുന്നത് കൊണ്ടാണോ ഈ മാനസികമായ പ്രയാസം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്? അതെ, അത് ആ ഒരു സ്ത്രീത്വം നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് ഒന്നും ഒരു സഹിക്കാനോ ഒന്നുമില്ല, എവിടെയോ ആ ഒരു ത്രാണി, ഒരു ബലം അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മറ്റേ നമുക്കറിയാലേ, പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു ധീരത ഉള്ളവരാണ്, ഒരു ഹിമ്മത്തുള്ളവരായിരുന്നു സ്ത്രീകൾ. പക്ഷേ കാരണം ഒരു ഫാമിലീനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ്റെ ബാക്കിലും അല്ലെങ്കിൽ അവൻ്റെ വിജയത്തിൻ്റെ ബാക്കിലും ഒരു സ്ത്രീ ഉണ്ട് എന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ശരിക്കും അങ്ങനെയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ധീരത ഉള്ളത്. കാരണം പുതിയ തലമുറയെ ഉണ്ടാക്കുന്നവരാണ് അവർ. കാരണം പുതിയ ഒരു തലമുറ, ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് വേണ്ട ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിക്കും കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മമാരാണ്. അത്രയും ഒരു കുട്ടിയുടെ ജീവിതമായിട്ട് ഒരു ഉമ്മക്ക് അത്രയും ബന്ധമുണ്ട്. അല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കരുതിക്കൂട്ടി അങ്ങോട്ട് റിമൂവ് ചെയ്യല്ലോ. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ അക്യൂപഞ്ചറിലൂടെ അതിനെന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? അതാണ് ഞാൻ പറയാൻ വരുന്നത്. എല്ലാവർക്കും യൂട്രസ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് അവസാന വാക്ക് എന്നാണ് മനസ്സിലാക്കി. പക്ഷേ ഞാനിവിടെ ജനങ്ങളെ, സ്ത്രീകളെ വെൽക്കം ചെയ്യാണ് ഈ ഒരു ചികിത്സയിലേക്ക്. ഇങ്ങനെ ഒരു ബദൽ ചികിത്സ ഇവിടെ ഉണ്ട്. കാരണം എത്രയോ ആളുകളുണ്ട് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞവർ, അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് കാരണം, അല്ലെങ്കിൽ DNC ചെയ്യാൻ പറഞ്ഞ ആളുകളൊക്കെ ചികിത്സക്ക് വരാറുണ്ട്. അവർക്ക് നമ്മളെ ലൈഫ് സ്റ്റൈലുകൾ, അതേപോലെ നമ്മൾ നാടി നോക്കിയിട്ട് അവർക്ക് വേണ്ട ചികിത്സ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് സുഖം പ്രാപിക്കുന്നുണ്ട്, ആ ഒരു പെയിൻ റിലീഫ് ആവാനൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് DNC ഒക്കെ ചെയ്തു വരുന്നതിനെക്കാട്ടി ഉത്തമം അതൊക്കെ ചെയ്യാതെ അതിൻ്റെ മുന്നേ ചില ആളുകൾ അങ്ങനെയാണ്, DNCയും ചെയ്ത് ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അധികം ചികിത്സക്ക് വരിക. അപ്പം അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഒന്ന് ആ ഒരു DNC ഒക്കെ പറയുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ അക്യുപഞ്ചറിൽ ഉത്തമമായിട്ട് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അതായത് മെൻസ്ട്രൽ ടൈമിൽ ഒന്ന് കെയർ ചെയ്യുക. കാരണം അത്രയ്ക്ക് അനുഗ്രഹമാണ് മെൻസസ്. കാരണം ഇത്രക്കും യൂട്രസ് നടത്തുന്ന ഇത്രക്കും നല്ലൊരു പ്രക്രിയ. കെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ മെൻസസ് വരുന്ന സമയത്ത് എങ്ങനെ കെയർ ചെയ്യണം? മെൻസസ് ഉള്ള സമയത്ത് മെയിൻ ചെയ്യേണ്ട റെസ്റ്റ് എടുക്കണം. ഇന്ന് സ്ത്രീകൾ തീരെ അത് ചെയ്യാറില്ല. മെൻസസ് സമയത്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് പണ്ട് കാലത്ത് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു അല്ലേ, ഒരു ഔട്ട് ഹൗസ് ഉണ്ടാക്കി അവരെ താമസിപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അവർക്ക് റെസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയാണെങ്കിലും ആ സമയം നമസ്കാരം വരെ ഇല്ല, അത്രക്ക് വരെ സൃഷ്ടാവ് അവർക്ക് റെസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുസിന് ഒന്നും പോകണ്ട. അപ്പോൾ അത് ഹിന്ദുസിൻ്റെ ആണെങ്കിലും എല്ലാവരും ആ ഒരു ഇത് പറയാറുണ്ട് പണ്ട് കാലമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ആ 7 days അവൾക്ക് റെസ്റ്റ് കൊടുത്താൽ, അവൾ റെസ്റ്റ് എടുത്താൽ ബാക്കി 23 ദിവസവും അവൾക്ക് എനർജറ്റിക്കായിട്ട് ഓടി നടക്കാനും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത്രക്കും നല്ലൊരു ക്ലീനിങ് പ്രോസസ്സാണ് മെൻസസിലൂടെ ഒരു സ്ത്രീൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്. വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? മെയിൻ ഫുഡും കൂടെ അതിൻ്റെ കൂടെ. കാരണം നമുക്കറിയാം ഒരു നല്ലൊരു എലിമിനേഷൻ ആണല്ലോ. ഇപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോൺ വരുന്നില്ല, ഈ രീതിക്ക് ഒരു സ്ത്രീക്ക് നടക്കുന്നുണ്ട് മെൻസസിലൂടെ, അല്ലെങ്കിൽ മെൻസസ് ഉള്ള കാരണം എന്ന് പറയുമ്പോൾ മെൻസസ് പറഞ്ഞാൽ എത്ര നല്ലൊരു എലിമിനേഷനാണ്. അത് സ്ത്രീകളെ നോക്കിയാൽ പറയാം, ചിലവർ പറയും നല്ല ക്ലോട്ടായിട്ട് വരും, ചിലപ്പോൾ ബ്രൗണിഷ് ആയിട്ട്, കുറച്ച് തിക്കായിട്ട്, തിന്നായിട്ട്, ഇങ്ങനെ പല ഇതാ പറയുക. അപ്പോൾ തന്നെ നമുക്കറിയാം പല രീതിക്കുള്ള മാലിന്യമാണ് പുറന്തള്ളി പോണത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് അസിമിലേഷൻ, അതായത് ഒന്നും ആ സമയം കഴിക്കാതിരിക്കുക, ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ ഉത്തമമാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മെൻസസ് ഉള്ള ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ആ സമയം വിശപ്പ് ഉണ്ടാവില്ല. അവളോട് ചോദിച്ചാൽ അറിയാത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു രോഗി ക്ഷീണിച്ചോ ബുദ്ധിമുട്ടായോ കിടക്കുമ്പോൾ വേഗം ഭക്ഷണം കഴിപ്പിക്കുക ചെയ്യുക.
ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു എലിമിനേഷൻ കറക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നല്ല റെസ്റ്റ് കൊടുക്കുക. ഈവൻ നമ്മളിപ്പം കാണാം ആളുകൾ ആ സമയത്ത് എക്സസൈസൊക്കെ ചെയ്യുന്ന, ഒരിക്കലും അതൊന്നും ചെയ്യാതെ എങ്ങനെയാണോ അവനവനക്ക് പറ്റുന്ന രീതിക്കുള്ള പണികൾ മാത്രം ചെയ്തിട്ട് മാക്സിമം റെസ്റ്റ് എടുക്കുക. അതേപോലെ ഫുഡ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പക്ക ഒഴിവാക്കുക എന്നല്ല, വിശപ്പ് കുറവായിരിക്കും, ലഘുവായിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ നമുക്കൊരു വലിയൊരു സ്ത്രീ സമൂഹം തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ പറയും നിങ്ങൾക്ക് അതിനെ കെയർ ചെയ്താൽ ഒരു ചികിത്സ ആവശ്യമല്ല, നിങ്ങളത് കെയർ ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. മെൻസസിനെ എപ്പോൾ ഒന്ന് പരിഗണിച്ച് പോവുക. അല്ല, ഈ ഭക്ഷണം കുറയ്ക്കുക എന്ന് പറയുമ്പോഴേ ചിലപ്പം ബ്ലീഡിങ് കൂടുതലുണ്ടാകുമ്പോൾ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടല്ലേ ശരീരത്തിൽ. അപ്പം ഭക്ഷണം കുറയ്ക്കുമ്പോഴേ പ്രയാസം കൂടൂലേ നമുക്ക്? ഒരിക്കലും അത് ശരീരം പ്രവർത്തിക്കാനുള്ള ബ്ലഡ് അല്ലല്ലോ. ഇത്രക്കും പറഞ്ഞാൽ അതാണ് നല്ലൊരു എലിമിനേഷൻ ആ ബോഡിയിൽ നടക്കുന്നത്. ഓരോ സെല്ലും ക്ലീൻ ആവണ ഒരു പ്രോസസ്സ്. ഇപ്പം പറഞ്ഞല്ലോ ഹാർട്ട് ബ്ലോക്ക് വരില്ല എന്നൊക്കെ പറയുമ്പോൾ അത്രക്കും ഹാർട്ട് വരെ ക്ലീൻ ആവുക എന്ന് പറയുമ്പോൾ ബോഡിയിൽ ഓരോ സെല്ലുകളും ക്ലീൻ ആവണ ഒരു വലിയൊരു മഹത്തായ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും അതിനെ ഞാൻ പറയില്ല, സ്ത്രീകളോട് ആദ്യം തന്നെ അതിനൊരു വാം വെൽക്കം ചെയ്യണം. ഒരനുഗ്രഹത്തെ നമ്മൾ എങ്ങനെയാണ് കാണുക, അതേപോലെ ഇതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് അതിൻ്റേതായ ഒരു വാല്യൂ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകളുടെ യൂട്രസ് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വം വരെ നഷ്ടപ്പെടുന്ന അത്രയും ഇമ്പോർട്ടൻ്റായ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു അവയവമാണ്. ഇതിനെ നമ്മൾ യഥേഷ്ടം കട്ട് ചെയ്ത് ഒരു കാരുണ്യമില്ലാതെ എടുത്തു കളയുന്നത് സ്ത്രീകളുടെ അടിമുടി അവരുടെ ആരോഗ്യത്തിനും മാനസികമായ സമ്മർദ്ദത്തിനും കാരണമാവുമെങ്കിൽ അത് സ്ത്രീ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഹാനികരമായ ഒരു പ്രക്രിയയാണ്. നമ്മൾ ഇസ്ലാമിൽ നോക്കുമ്പോൾ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നിങ്ങളെ നാം പൂർണ്ണ ഘടനയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഈ ഒരു ഘടന നാം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മതപരമായ പഠനം പോലും നമ്മളെ പറയുന്നതെങ്കിൽ കട്ട് ആൻഡ് റിമൂവ് എന്ന ചികിത്സ ശരിക്കും മനുഷ്യന് ഗുണകരമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും യൂട്രസിനെ പറ്റിയും സ്ത്രീ ആരോഗ്യത്തിനെ പറ്റിയും വളരെ വ്യക്തവും അതിശക്തമായ അനുഭവത്തിലൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് തന്ന ബിൻസിറ മാഡത്തിന് താങ്ക് യു ടു ഓൾ.